Good afternoon. Good afternoon. ഓക്കെ, നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞു പോയതാണല്ലേ. അപ്പൊ വീണ്ടും ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറിയ കുറച്ച് ചാപ്റ്ററുകളൊക്കെ റിവിഷൻ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഓക്കെ, ഇന്നലെ അശ്വതി മാം കുറച്ച് റിവിഷൻ ചെയ്തു തോന്നുന്നു അല്ലേ? റിവിഷൻ ചെയ്തായിരുന്നോ? ഓക്കെ, അപ്പൊ ഇനി കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ടീച്ചർ എടുത്ത കുറച്ച് ഭാഗങ്ങളുള്ള ഒന്ന് റിവിഷൻ. നിങ്ങൾ റിവിഷൻ വേണമെന്ന് പറഞ്ഞാൽ എന്തായാലും അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. കുറച്ച് ചാപ്റ്ററുകൾ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്നൊരു ചാപ്റ്റർ ആണ്. ഇത് നമ്മൾ എടുത്തിട്ട് കുറച്ച് നാളായി അല്ലെ. എനിക്ക് തോന്നുന്നു ആ മൊഡ്യൂൾ തിരിക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ഫസ്റ്റിൽ എടുത്തതാണ്. ഓർമ്മ ഉണ്ടാക്കിയെങ്കിലും ഓർമ്മയുണ്ടോ ടീച്ചർ? അതിന് എടുത്താണ്, പക്ഷെ കുറെ മുമ്പായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും പല കാര്യങ്ങളും മറന്നുപോയിട്ടുണ്ടാകാം അല്ലെ. എനിക്ക് തോന്നുന്നത് കുറച്ച് നമുക്ക് അവിടെ നിന്നൊരു എന്താ പറയാ റീസെന്റ് ആയിട്ട് എടുത്തതല്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ചാപ്റ്റർ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് കേട്ടോ. റിവിഷനിൽ നോക്കാം. അപ്പോ കുറച്ചൊക്കെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവില്ലേ? മറന്നുപോയിട്ടില്ലേ ഒരു ചാപ്റ്റർ മറ്റു ചാപ്റ്റർ പോലെ അത്ര പെർഫെക്റ്റ്? മൊഡ്യൂള് 1, 2 മൊഡ്യൂള് 2 നമ്മൾ എടുത്തു പോയതാണ് അല്ലെ. ഞാൻ പിന്നീട് അവരുടെ മൊഡ്യൂൾ തിരിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ഫസ്റ്റില് നമ്മൾ എടുത്തതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കത് ആദ്യം ഒന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ജസ്റ്റ് ഒന്ന് ഞാൻ ഓടിച്ച് പറയണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റില് കമന്റ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പെട്ടെന്ന് തന്നെ, എന്നാലല്ലേ റിവിഷൻ ഒരു എന്താ പറയാ ഒരു പവർഫുൾ ആകുള്ളൂ. ഓക്കെ, അപ്പൊ ആൻസർ ഒക്കെ പെട്ടെന്ന് എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം മൈൻഡിലുണ്ടെന്നൊക്കെ അറിയണ്ടേ. ഓക്കെ, അപ്പൊ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് നോക്കാം. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞത് 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ്. ഏതൊക്കെയായിരുന്നു 2 ടൈപ്പ് ട്രാൻസ്ഫർ? 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഏതൊക്കെയായിരുന്നു? അത് പറയില്ല. ഇന്റർ ഓർ ഇൻട്രാ ട്രാൻസ്ഫർ. ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർ അല്ലെങ്കിൽ ഇന്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ ഇൻസൈഡ് അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുന്നതാണ് ഇന്റർ ട്രാൻസ്ഫർ. ഇൻട്രാ എന്ന് പറയുന്നതോ? ഇൻട്രാ ട്രാൻസ്ഫർ പുറത്ത് ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് മാറ്റുന്നത്. നമ്മുടെ ഡെഫിനീഷനും പിന്നെ പർപ്പസ്. ദെൻ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ പ്രത്യേകം പഠിക്കണമെന്ന് ക്ലാസ് ഓൾറെഡി എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നോക്കാം കേട്ടോ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ തന്നെയാണ്. അപ്പൊ അതിന് പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് ഫ്രം ജനറൽ വാർഡ് ടു ICU അല്ലെ. ഫ്രം ജനറൽ വാർഡ് ടു ICU. ദെൻ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ അല്ലെ. ഒരു ജനറലൈസ്ഡ് ഹോസ്പിറ്റലിൽ നിന്നും നല്ലൊരു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ അതിൽ ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി എങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കാര്യങ്ങളാണ് പറഞ്ഞത്. പോയിന്റുകളാണ്, അത് വായിച്ച് പഠിക്കുക. ദെൻ എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ വേണ്ട എക്യുപ്മെന്റ്സുകൾ അല്ലെ. വീൽ ചെയർ, സ്ട്രക്ചർ, ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്, പേഷ്യൻസ് ബിലോങ്ങിങ്, X-ray, investigation reports, patient's records and file. Then cardiac monitoring if required. Okay. പിന്നെ നമ്മൾ നെക്സ്റ്റ് കണ്ടു ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. ഒരു വിപുലീകരണമായിട്ടുള്ള ഒരു ഫെസിലിറ്റിയിലുള്ള പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോ അതിനാവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു? പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് സമ്മറിയും റെജിമെന്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞത്. ദെൻ അടുത്തത് കീ എലമെന്റ്സ്. ഡിസിഷൻ ടു ട്രാൻസ്ഫർ. നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ അതിനൊരു റിട്ടേൺ ഡോക്യുമെന്റ് വേണം, ഒരു സീനിയർ കൺസൾട്ടന്റ് ആയിരിക്കണം ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചെയ്യുന്നത് അല്ലെ. ദെൻ അടുത്തത് പ്രീ ട്രാൻസ്ഫറിൽ മെയിൻ ആയിട്ട് 4 ടൈപ്പ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ABCD ഓർക്കുന്നുണ്ടോ?
ABCD ഏതൊക്കെയായിരുന്നു? എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ഓർ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് അല്ലെ. എയർവേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തോ ട്യൂബ് ഇടുന്ന പേഷ്യൻസുകളൊക്കെയാണ്. എന്തോ ട്രയാക്കിൾ ട്യൂബ്, ETT ഓർക്കുന്നുണ്ടോ? ETT എന്തോ ട്രയാക്കിൾ ട്യൂബ്. അതോടൊപ്പം തന്നെ നാസോഗ്യാസ്ട്രിക് ട്യൂബ് ഇടുന്ന പേഷ്യൻസുകള്, ട്രോമ പേഷ്യൻസുകള്, അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെയാണ് എയർവേയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ബ്രീത്തിങ്ങിൽ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ബ്രീത്തിങ്ങില് ന്യൂമോതറാക്സ്, ചെസ്റ്റ് ഡ്രെയിൻ ഒക്കെയാണ് ബ്രീത്തിങ്ങിൽ പറയുന്നത് അല്ലെ. ഇനി സർക്കുലേഷൻസിലാണ് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? എത്ര ഇൻട്രാവീനിയസ് വർക്കിംഗ് കാനുലാസ് വേണമെന്നാണ് പറയുന്നത് സർക്കുലേഷൻസിൽ? എത്ര കാനുലാസ് വേണം ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിലെ പേഷ്യൻസിന്? 2 വൈഡ് ബോൺ ഇൻട്രാവീനിയസ്. അതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കാം കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു ഹെമറേജോ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ സർക്കുലേഷൻസ് വരുന്നത്. ദെൻ ഡിസബിലിറ്റിയിലാണ് നമ്മള് GCS പറഞ്ഞത്. ഓർക്കുന്നുണ്ടോ? ഒരു ടേബിൾ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് ടീച്ചർ പിക്ചർ. ഓർമ്മയുണ്ടോ? GCS കാണിക്കുന്ന ഒരു ടേബിള് ഒരു മോണിറ്റർ ചെയ്യുകയാണ്. പേഷ്യൻസിന്റെ കണ്ണിന്റെ ചലനമുണ്ടോ, അല്ലെങ്കിൽ കൈകാലുകൾ ചലിക്കുന്നുണ്ടോ, ലിപ് മൂവ്മെന്റ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാനാണ് GCS ഉപയോഗിക്കുന്നത്. GCSന്റെ ഫുൾ ഫോം ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. പിന്നെ നമ്മൾ നോക്കിയത് മോഡ് ഓഫ് ട്രാൻസ്ഫർ ആണ്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ആണെന്ന് പറഞ്ഞു. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടും ഉണ്ട്, അതോടൊപ്പം എയർ ട്രാൻസ്പോർട്ടും. ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടില് നമ്മള് 3 ടൈപ്പ് ആണ് പറഞ്ഞത്. ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, MICU അല്ലെ. അപ്പോ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എങ്ങനത്തെ ഉള്ള പേഷ്യൻസ് ആയിരിക്കും ബേസിക് ലൈഫ് സപ്പോർട്ട് ആവശ്യമായിട്ട് വരിക? ബേസിക് ലൈഫ് സപ്പോർട്ട് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് ആ ഒരു വാക്കാണ് പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത് അല്ലെ. വേറെ ആരും ഓർക്കണില്ലേ? അന്നേരം മാത്രം ഓർക്കണോളോ? വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് ഓർത്തിരിക്കാട്ടോ. നമ്മള് ക്ലാസ് എടുത്തപ്പോ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ള എന്റെ വിശ്വാസം ഇതൊക്കെ ആണോ? പറഞ്ഞിട്ടില്ലേ? ഓർമ്മയുണ്ട് അല്ലെ. ഓർമ്മ അങ്ങോട്ട് വരുന്നുള്ളൂ ഞങ്ങൾക്ക്. അങ്ങനെയാണോ? ദെൻ അഡ്വാൻസ്ഡ്. അപ്പൊ ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാന അത്യാവശ്യം ഒരു സൗകര്യങ്ങളുള്ളത്. സോ അത് വിത്തൗട്ട് ലൈഫ് ത്രെട്ടനിങ് ആണ്, വലിയ ക്രിട്ടിക്കൽ ഒന്നുമല്ല. ദെൻ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് ലൈഫ് ത്രെട്ടനിങ് ആണ്. അവിടെ കുറച്ച് ഇൻറ്റുബേഷൻ, കാർഡിയാക് മോണിറ്ററിംഗും ഡിഫിബ്രിലേഷൻ ഒക്കെ ആവശ്യമാണ്. ദെൻ ലാസ്റ്റ് വൺ MICU. MICU ഫുൾ ഫോം എന്താണ്? MICU ഫുൾ ഫോം എന്താണ്? മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെ. അത് കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്, ക്രിട്ടിക്കലി ഇൽനെസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ MICU. ദെൻ അത് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലാണ് ഉപയോഗിച്ച് വരുന്നത്. ഓക്കെ, അപ്പൊ അത് 3 പഠിച്ചിരിക്കുന്നു കേട്ടോ. ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ്, MICU. ഓക്കെ. ദെൻ എയർ ട്രാൻസ്പോർട്ടിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതലായിട്ട് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത് ഏത് ടൈപ്പ് പേഷ്യൻസിനാണ്? ഓർമ്മയുണ്ടോ? ഏത്? ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. 5 പെട്ടെന്ന് തന്നെ ആൻസർ പറഞ്ഞു കേട്ടോ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് എയർ ട്രാൻസ്പോർട്ട് ബെനിഫിറ്റഡ് ആയിട്ടുള്ളത്. ദെൻ മറ്റു സെർവർ ട്രോമ, പെനിട്രേറ്റിംഗ് ചെസ്റ്റ് ഇഞ്ചറീസ്, മൾട്ടി സിസ്റ്റം ഇഞ്ചറീസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും കുറച്ചും കൂടി നമ്മള് എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റിനാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് എയർ ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. അടുത്തത് നമ്മള് അക്കംപൈനിങ് ദ പേഷ്യന്റ്. പേഷ്യൻസിന്റെ കൂടെ പോകുന്ന നഴ്സസിന്റെയും ഡോക്ടേഴ്സിന്റെയും എണ്ണം പറഞ്ഞു അല്ലെ. അതില് നമ്മൾ ഇതുപോലെ 4 ആയിട്ടാണ് പറയുന്നത്. ലെവൽ 0, 1, 2, 3 ഇതൊക്കെ നമ്മള് ആ ക്ലാസ് എടുത്തപ്പോ പച്ചവെള്ളം പോലെ പഠിച്ചതാണ് എല്ലാവരും. ആണോ? പഠിച്ചാണോ? ഇല്ലേ? 1 ഉം 2 ഉം 3 ഒക്കെ ഏതൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റുമായിരുന്നു. പറ്റുമോ? ഇപ്പോഴും പറ്റില്ലേ? അങ്ങനെ പറ്റണം കേട്ടോ. കാരണം കുറച്ച് ഗ്യാപ്പ് ഉള്ളതിന്റെ പേരില് ചിലപ്പോ കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. സ്വാഭാവികമാണല്ലോ. അപ്പൊ മറന്നു പോയതിനൊക്കെ നമുക്ക് ഒന്നും കൂടി വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ ഞാൻ ആദ്യം എടുത്തിട്ടത്. എനിക്കറിയാം എത്രത്തോളം അത് നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവുന്നത്. കുറച്ചു പേരുടെയൊക്കെ മെമ്മറിയിലൊക്കെ അത് പോയി ചെറിയ രീതിയിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടാകാം. തുടങ്ങിയിട്ടില്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ആണോ?
റിപ്ലൈ ഒന്നും ഇല്ലാലോ, പറ്റി വീണ്ടും റിവിഷൻ എടുത്തപ്പോ ബോറിംഗ് ആയോ? അതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞത് ഓക്കെയല്ലേ? അല്ലെ? കുറച്ചൊക്കെ നമ്മളുടെ മെമ്മറി ഈ ഒരു ചാപ്റ്റർ പോയിട്ടുണ്ട്. കുറെ എനിക്ക് ഓർമ്മയുണ്ട് അല്ലെ? ഓക്കെ, കുറച്ചെങ്കിലും കുറച്ച് പേർക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. ഒരു 30% പോയിട്ടുണ്ടെന്നാണ് ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വരാൻ പറ്റിയ ഡൗട്ട് എന്തെങ്കിലും ആണോ? ഓക്കെ, ക്വസ്റ്റ്യൻ ടൈപ്പ് മീൻസ് ആൻസർ ടൈപ്പ് ചെയ്യുമ്പോ ടൈപ്പ് എടുക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പറയാനുള്ള തരാം കേട്ടോ, ഓപ്ഷൻ തരാം. കാരണം എല്ലാവരും കൂടി പറയുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ക്ലാഷ് ആവില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ടൈപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, എല്ലാവരും കൂടി ചേർന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ പറയാനായിട്ട്. കാരണം നമ്മള് കുറെ നാളുകളായിട്ട് ക്ലാസ് എങ്ങനെയാണ് ഒരു മൺവേട്ടറാക്കല്ലേ പിടിക്കുന്നത്. ടീച്ചറിന് മാത്രം അവിടെ അല്ലെ മൈക്ക് ഓൺ ചെയ്തിരുന്നു. ഓക്കെ ഓക്കെ, ചെയ്യാം കേട്ടോ. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു അടുത്ത ചാപ്റ്ററോടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ പെട്ടെന്ന് ആൻസർ പറയാം. ഓക്കെ, ഓക്കെ ആണോ? ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഡിലേ വന്നത് കൊണ്ടാണ്. ഇതൊന്ന് കംപ്ലീറ്റ് ആവട്ടെ. നെക്സ്റ്റ് തുടങ്ങിയിട്ട് ഞാൻ ചോദിക്കാം. പേര് വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കണോ? അങ്ങനെയുണ്ടോ? അങ്ങനെ ഒന്നും ചോദിക്കണില്ല കേട്ടോ. എല്ലാവരുടെ പേരൊക്കെ അങ്ങനെ എല്ലാവരുടെയും കൃത്യമായിട്ടും പേരുകളൊക്കെ അറിയാം, ഓർമ്മയൊക്കെ ഉണ്ട് നിങ്ങളെയൊക്കെ കേട്ടോ. അപ്പോ ലെവൽ 0, 1, 2 and 3 ഇതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിയട്ടെ കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ ടീച്ചർ നിങ്ങൾക്ക് അതിനുള്ള എന്താ പറയാ ഓപ്പർച്യൂണിറ്റി തരാം. ഓക്കെ, ലെവൽ 0, 1, 2 and 3 നമുക്ക് ഫസ്റ്റ് വൺ ലെവൽ 0. ലെവൽ 0 നമ്മൾ പറഞ്ഞു എന്താണ്, നോർമൽ ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല, കമ്പൈനിങ്ങിന്റെ ആവശ്യം അവിടെ വരുന്നില്ല. ലെവൽ 1ലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ലെവൽ 1 ഡിക്ലേറ്ററിംഗ് കണ്ടീഷൻ ആണ് അല്ലെ, പേഷ്യന്റ് വഷളാകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ഒരു പാരാമെഡിക് ട്രെയിനഡ് നഴ്സ് ആവശ്യമാണ്. ലെവൽ 2 and 3 അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനായിട്ടുള്ള ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സിംഗിൾ ഓർഗനും 2 ഓർഗനും. ഓക്കെ, അത് നമ്മളെ കൺഫ്യൂഷൻ ഇട്ടാക്കുന്ന ഒരു സംഭവമാണ് അവിടെ. ലെവൽ 2 എന്ന് പറയുമ്പോൾ എന്താണ്, സിംഗിൾ ഓർഗൻ ആണ്. ചിലവരെ 2 അല്ലേ, അപ്പൊ 2 ഓർഗൻസ് ആയിരിക്കും എന്നുള്ളത് നമ്മുടെ മൈൻഡിലോട്ട് പെട്ടെന്ന് വരാം. വന്നുകൂടെ എങ്ങനെ പെട്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ലെവൽ 2 അപ്പൊ അവിടെ 2 ഓർഗൻസ് ആയിരിക്കും ഫെയിലിയർ എന്നുള്ളൊരു ആശയം പെട്ടെന്ന് തന്നെ മെമ്മറിയിലോട്ട് വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ അത് തെറ്റിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ഓർത്തിരിക്കാട്ടോ. ലെവൽ 2 എന്ന് പറഞ്ഞാൽ 1 സിംഗിൾ ഓർഗൻ ആണ് ഫെയിൽ ആയിരിക്കുന്നത്. ലെവൽ 3യിലാണ് 2 ഓർഗൻ ഫെയിൽ ആവുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ ലെവൽ 2 എന്ന് പറയുമ്പോൾ 1 സിംഗിൾ ഓർഗൻ ആണ് കേട്ടോ, മാറിപ്പോകരുത്. ഓട്ടോമാറ്റിക്കലി ലെവൽ 2 എന്ന് പറയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ പോയി നിങ്ങൾ 2 ഓർഗൻ ഫെയിലിയർ അത് ഓപ്ഷനിൽ ഉണ്ടാവുകയും ചെയ്യും അല്ലെ. നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അത് ഓപ്ഷനിലും ഉണ്ടാകും. സോ തെറ്റിപ്പോകരുത്. ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ ചിന്തിക്കും. ചിലപ്പോ പഠിക്കാത്തവരാണെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും 2 ആകുമ്പോൾ ചിലപ്പോൾ 2 ഓർഗൻ ആണല്ലോ എന്ന് നമ്മുടെ മൈൻഡിലോട്ട് കയറി വരും. അത് നമുക്ക് തെറ്റിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ? ആണോ? ഞാൻ പറയുന്നതൊക്കെ ഏകദേശം ശരിയാണോ? ഓക്കെ, പറയാറില്ല ടീച്ചർ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ നടക്കാനൊക്കെ കുറച്ച് അത്യാവശ്യം സൈക്കോളജി ഒക്കെ പറയും അല്ലെ. അപ്പൊ ലെവൽ 2 എന്ന് പറഞ്ഞാൽ 1 ഓർഗൻ സിസ്റ്റം ഫെയിലിയർ ആണ്. 3 എന്ന് പറയുമ്പോൾ 2 ഓർഗൻ. ഓക്കെ, എക്യുപ്മെന്റ്, ഡ്രഗ്സ് ആൻഡ് മോണിറ്ററിങ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളും ഡ്രഗ്സുകളും എന്തൊക്കെയാണ്, മെഡിസിൻസുകൾ നമ്മൾ പറഞ്ഞു സെഡേറ്റീവ് ആയിട്ടുള്ളതും മസിൽ റിലാക്സൻസും അങ്ങനെയുള്ള കുറച്ച് മെഡിസിൻസുകളൊക്കെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് അല്ലെ. പേഷ്യൻസിന്റെ ട്രാൻസ്ഫറിന്റെ ടൈമിൽ എന്താണ് നമുക്ക് അതുവരെ നൽകിയിട്ടുള്ള മെഡിസിൻസുകളെയും കാര്യങ്ങളുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണം അല്ലെ. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോ ഇത് കുറച്ചും കൂടി ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സ്റ്റഡി ലീവ് എനിക്ക് തോന്നുന്നു നാളെ നിഷാമിന്റെ ക്ലാസ് കൂടി ഉണ്ടാകും നിങ്ങൾക്ക് അല്ലെ. അപ്പോ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ആണ്. സോ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആയിരിക്കണം കേട്ടോ. ബാക്കി നിങ്ങൾ പഠിക്കാത്തതൊക്കെ ഉണ്ടാവും. ഇത് കുറച്ച്
ബാക്കിലായതുകൊണ്ടേ നമ്മൾ കുറച്ചധികം വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ. ഓക്കെ, അപ്പൊ അത് കുറച്ച് ശ്രദ്ധയോട് കൂടി പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ടീച്ചർ ഒരു 4 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ, കാരണം കുറച്ച് കട്ടിയുള്ള 4 ചാപ്റ്ററാണ് എടുത്തിരിക്കുന്നത്. ബാക്കി സിമ്പിൾ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് സ്വയം പഠിക്കാലോ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് അറിയാലോ ഇഷ്ടംപോലെ നല്ല നല്ല ക്വസ്റ്റ്യൻസുകൾ ഉണ്ട് അല്ലെ. ഒരുപാട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന എന്താണ് മെഡിക്കൽ ഗ്യാസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. നമ്മളുടെ പുതിയൊരു അറിവാണ്. ആണോ? പുതിയൊരു അറിവായിരുന്നു നിങ്ങളുടെ മെഡിക്കൽ ഗ്യാസ് എന്ന് പറഞ്ഞത് അല്ലെ. വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടല്ലേ നമ്മൾ തുടക്കത്തിൽ നിങ്ങൾ വിചാരിച്ചു ഇത് ഭയങ്കര ബോറിംഗ് ആയിരിക്കുമല്ലോ വിചാരിച്ചോ? പക്ഷെ എടുത്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ബോറിംഗ് ആയിട്ട് തോന്നിയോ? നമുക്ക് പുതിയൊരു അറിവ്, നമുക്ക് അറിയാത്തൊരു കാര്യങ്ങളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളായിക്കൊള്ളട്ടെ, ഇപ്പൊ വാർഡോ അല്ലെങ്കിൽ ഫാർമസി അല്ലെങ്കിൽ ലബോറട്ടറി, അതൊക്കെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അറിയാം അല്ലെ. ഇതൊന്നും അറിയില്ലായിരുന്നു അല്ലെ. യാഥാർത്ഥ്യം അത് തന്നെയാണ്, ഒന്നും അറിയില്ലായിരുന്നു. ചിന്തൂര് മാത്രമാണ് ഒന്നും അറിയാത്തത്. ബാക്കി എല്ലാവർക്കും അറിയാമായിരുന്നോ ഹോസ്പിറ്റലില് ഇത്തരത്തിലുള്ള ഗ്യാസുകളൊക്കെ ഉപയോഗിക്കുന്നത്? നമുക്ക് പുതിയൊരു അറിവ് കിട്ടുമ്പോൾ നമ്മൾ അത് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടല്ലേ നമുക്കത് പഠിക്കാൻ തോന്നുള്ളൂ. അങ്ങനെയാണോ നിങ്ങൾക്ക്? നമുക്കിപ്പോ അറിയാത്തൊരു കാര്യം അല്ലെ, അത് പുതിയൊരു അറിവാകുമ്പോൾ നമുക്കതിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണ് നിങ്ങൾക്ക് തോന്നാറ് അല്ലെ. അപ്പൊ ഇനി മെഡിക്കൽ ഗ്യാസിനെ കുറിച്ചാണ് കേട്ടോ നോക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതില് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ മോക്ക് ടെസ്റ്റില് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ജസ്റ്റ് ഒന്ന് നോക്കാം. ചെറിയ ചാപ്റ്റർ നിങ്ങൾ നോക്കിക്കോളണം കേട്ടോ. ഓക്കെ, അപ്പോ മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം നിങ്ങൾക്ക് പറയാനായിട്ടുള്ള അവസരമൊക്കെ തരാം. അശ്വതി മാം ഇന്നലെ എല്ലാവർക്കും അവസരം തന്നോ പറയാനായിട്ട്? നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ ക്ലാസ് ആണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ, ഡിസ്റ്റർബ്സ് ആവാൻ പാടില്ല. ഓക്കെ, മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിൽ നമ്മള് എന്താണ് കുറച്ച് 7 ടൈപ്പ് ഓഫ് ഗ്യാസസിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന 7 ടൈപ്പ് ഓഫ് ഗ്യാസസ്. ഏത് ഗ്യാസസിനെയും ചോദിച്ചാൽ പറയാൻ റെഡിയാണോ എല്ലാവരും? ഓക്കെ, ട്രൈ ചെയ്തോളൂ. എല്ലാവരും കൂടി ക്ലാസ് ആയി പോകരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ 7 ടൈപ്പ് ഓഫ് ഗ്യാസസിൽ നിന്ന് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലെ. ടീച്ചർ ചോദിക്കാം. ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് ഏത് ഗ്യാസ് ആണ്? നൈട്രസ് ഓക്സൈഡ്. ഓക്കെ, ഈ നൈട്രസ്, ഇത് 2 നൈട്രസ് വന്നിട്ട്, നൈട്രസ് അല്ല, നൈട്രസ് ഓക്സൈഡും നൈട്രജനും ഉണ്ട്. കൺഫ്യൂഷൻ ആണ്, മാർക്ക് പോകരുത് കേട്ടോ. നൈട്രസ് ഓക്സൈഡ് ആണ്. ഓക്കെ, ബാക്കി എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ. ലാഫിംഗ് എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. നമുക്ക് പെട്ടെന്ന് ഓപ്ഷൻ നൈട്രജൻ കാണുമ്പോ അതിലൊന്ന് കുത്തണമെന്ന് തോന്നിയേക്കാം കേട്ടോ. അപ്പൊ ഷുവർ ആയിട്ട് നോക്കുക, നൈട്രസ് ഓക്സൈഡ് ആണ് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത്. ക്രയോസർജറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? വിച്ച് ഗ്യാസ്? നൈട്രജൻ. ഓക്കെ, അത് രണ്ടും കൺഫ്യൂഷൻ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നതാണ്. അതാണ് ഞാൻ അത് എടുത്ത് ചോദിക്കുന്നത് കേട്ടോ. ലാഫിംഗ് എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡും, ക്രയോസർജറി എന്ന് പറയുന്നത് ഏതായിരുന്നു? നൈട്രജൻ. ഓക്കെ, മാറിപ്പോകരുത്, കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. നമ്മൾ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ഓപ്ഷനിലേക്ക് പോകണ്ട. നിങ്ങളുടെ മൈൻഡിൽ ആൻസർ ഉണ്ടെങ്കിൽ ആ ആൻസർ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ ഓപ്ഷൻ ഇട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കറക്കി തിരിച്ച് വായിക്കുമ്പോൾ മൊത്തത്തിൽ നമ്മളുള്ളത് കൂടി പോകും. ഓക്കെ, അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. മാം ഒരു ഡൗട്ട് ചോദിച്ചോളൂ. ഈ മെഡിക്കൽ എയറും കംപ്രസറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഞങ്ങൾ കമ്പൻസേഡ് വെച്ചിരുന്നു, അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി പോയി. മെഡിക്കൽ എയറും കംപ്രസ്ഡ് എയറോ? അതെ. ഓക്കെ, നോക്കാം. മെഡിക്കൽ എയർ എന്ന് നോക്കാം കേട്ടോ. മെഡിക്കൽ എയർ മീൻസ് ക്ലീൻ സപ്ലൈ ഓഫ് കംപ്രസ്ഡ് എയർ യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ. അതായത് നമ്മള് ക്ലീൻ ആയിട്ടുള്ള ഒരു എയറിനെ മെഡിക്കൽ എയർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട്. അതായത് ഹോസ്പിറ്റലിൽ പേഷ്യൻസിന് നമ്മൾ എന്താ പറയാ സ്വന്തമായിട്ട് നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു എയറിനെയാണ് മെഡിക്കൽ എയർ ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ നമ്മൾ സാധാ നോർമൽ എയർ തന്നെ ക്ലീൻ ആണത്. അതിൽ നമ്മൾ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, അവിടെ ഓഡേഴ്സ് ഇല്ല, മണമൊന്നും ഇല്ല, സ്മെല്ല് ഇല്ല, അല്ലെങ്കിൽ ഒരു ഓയിൽനെസ് ഇല്ല,
നമ്മള് വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു എയർ. ഓക്കെ, അതിനാണ് മെഡിക്കൽ എയർ എന്ന് പറയുന്നത്. കംപ്രസ്ഡ് എന്ന് പറയുമ്പോൾ എയർ തന്നെയാണ് അത് കംപ്രസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് കംപ്രസ്ഡ് എയർ മെഡിക്കലിന് ഉപയോഗിക്കുന്നുണ്ട്, അവിടെ നോൺ മെഡിക്കലിന് ഉപയോഗിക്കുന്നുണ്ട്. കംപ്രസ് നിറച്ചിരിക്കുന്നത് എന്ന് പറയുന്നില്ലേ നമ്മളെ കണ്ടെയ്നർ പോലെ കംപ്രസ് ചെയ്തിരിക്കുന്നത്. എയറിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. മെഡിക്കൽ എയർ എന്ന് പറയുമ്പോൾ ക്ലീൻ ആയിട്ടുള്ള എയർ കൊടുക്കുക. കംപ്രസ്ഡ് എന്ന് പറയുമ്പോൾ അത് ടൈറ്റ് ചെയ്ത് കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ ആണ്. ഓക്കെ, അത് ആ സെന്റൻസ് പോലെ തന്നെ പഠിക്കുക. അതിന്റെ ഉള്ളിൽ നിന്ന് വേറെ എക്സ്ട്രാ ഒന്നും ചോദിക്കില്ല. ഓക്കെ, ഇതിൽ നിന്ന് പിന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഗ്യാസ് പൈപ്പ് ലൈൻ നിർമ്മിച്ചിരിക്കുന്നത് ഏത് മെറ്റൽ കൊണ്ടാണ്? ഏതായിരുന്നു? കോപ്പർ. കോപ്പർ ആണ് കേട്ടോ. ഇവിടെ ഹൈ ക്വാളിറ്റി കോപ്പർ എന്നാണ്. ഇനി നിങ്ങളുടെ ഓപ്ഷനിൽ കോപ്പർ എന്നുണ്ടെങ്കിൽ കോപ്പർ ആയിരിക്കും ആൻസർ. ഓക്കെ, ഹൈ ക്വാളിറ്റി എന്നാണ്. ദെൻ ചിലപ്പോൾ ഓപ്ഷനിൽ സിങ്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോപ്പർ എന്നൊക്കെ ഉണ്ടെങ്കിൽ കോപ്പർ തന്നെയാണ് ആൻസർ വരുന്നത്. ദെൻ പിന്നെ എപ്പോഴും നമ്മൾ ചോദിച്ചു വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ശ്രദ്ധിക്കാം കേട്ടോ. Dash contain high pressure cylinders in two banks. One side is backup to other. Manifold system. Manifold system. എല്ലാവർക്കും പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റണം കേട്ടോ. ടു ബാങ്ക്സ് എന്ന് കണ്ടാൽ അപ്പൊ തന്നെ ആൻസർ എന്താണ്? മാനിഫോൾഡ് സിസ്റ്റം. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ടു ബാങ്ക് ഉണ്ടോ, രണ്ട് സൈഡ് കണ്ടോ, അത് തന്നെ ആൻസർ മാനിഫോൾഡ് സിസ്റ്റം. ഓക്കെ, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മറന്നു പോകും. ഇപ്പൊ ടു ബാങ്ക്, രണ്ട് സൈഡ് ഉണ്ട്. അപ്പൊ തന്നെ ആലോചിക്കാം. പിക്ചറൊക്കെ ഞാൻ കാണിച്ചതല്ലേ, ഓർക്കുന്നുണ്ടോ പിക്ചർ കണ്ടത്? ടു സൈഡ് ഉണ്ട്. ഒരു സൈഡിൽ തീരുമ്പോൾ നമുക്ക് മറ്റൊരു സൈഡിൽ നിന്നും കണക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരണം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മൈൻഡിലോട്ട് എക്സാം എഴുതുന്ന ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുമ്പോൾ വന്നിരിക്കണം. ടു ബാങ്ക്സ് എന്ന് കണ്ടാൽ ആൻസർ എന്താണ്? മാനിഫോൾഡ് സിസ്റ്റം. ഓക്കെ, പിന്നെ നമ്മൾ കളർ കോഡുകൾ നോക്കിയായിരുന്നു അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് കളർ കോഡ് ചോദിക്കാനും ചാൻസ് ഉണ്ട്. Then which color code is indicate the section? സെക്ഷന്റെ കളർ കോഡ് യെല്ലോ. യെല്ലോ. എല്ലാവർക്കും അറിയാലോ, യെല്ലോ ആണ് കേട്ടോ സെക്ഷൻ. ഇതൊക്കെ കുറച്ച് കൺഫ്യൂഷൻ ഒപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കളർ കോഡുകളൊക്കെ. അപ്പൊ സെക്ഷന്റെ കളർ കോഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ കളർ ആണ്. ഓക്കെ, ഒരുവിധം അറിയാൻ തോന്നുന്നു. Then MSDS ഫുൾ ഫോം എന്തായിരുന്നു? MSDS മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഓക്കെ, then പിന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറയാതെ ശ്രദ്ധിക്കാം. A device that accept gas at a high pressure and listen to it much lower working pressure. ഏതായിരുന്നു ഡിവൈസ്? ഓർക്കുന്നുണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യട്ടെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയോ? റെഗുലേറ്റർ അല്ലല്ലോ, എനിക്ക് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിക്കാം കേട്ടോ. A device that accept gas at a high pressure and listen into a much lower working pressure. റെഗുലേറ്റർ. ആൻസർ പറഞ്ഞു. നിങ്ങൾ ആരോ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു ആദ്യം. ഞാൻ പറഞ്ഞു. ഇത് പറഞ്ഞു. ഓക്കെ, റെഗുലേറ്റർ ആണ്. അപ്പൊ അത് ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഹൈ പ്രഷറിൽ നിന്നും എന്താ ലെസൺ ചെയ്യേണ്ടതാണ്. ഏറ്റവും ഹൈയിലൂടെ കുറച്ചുകൂടാ. നമ്മൾ ഫാനിന്റെ റെഗുലേറ്റർ പറഞ്ഞില്ലേ ക്ലാസ്സില്? പറഞ്ഞോ? അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നമ്മളുടെ ഇഷ്ടത്തിന് ഒന്നിലോ രണ്ടിലോ മൂന്നിലോ കുറച്ചിടാം. അപ്പൊ ആ ഒരു കാര്യം ആലോചിക്കുക. ആ ഒരൊറ്റ കാര്യം മതി. അല്ലാണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ട ആവശ്യമേ ആവില്ല. ഹൈ പ്രഷറിൽ ലെസൺ ചെയ്യുന്നതാണ്, കുറയ്ക്കുന്നതാണ്. അപ്പൊ കുറയ്ക്കുന്നത് എന്താണ്? കൺട്രോൾ ചെയ്യുന്നതാണ്. ആൻസർ അപ്പൊ റെഗുലേറ്റർ. അങ്ങനെ അങ്ങനെ സിമ്പിൾ ആക്കിയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ ബൈഹാർട്ട് ചെയ്യുമ്പോൾ ഒരു വരി വിട്ടിട്ടുണ്ടെങ്കിൽ മൊത്തം പോകും. അതാണ് ഈ ബൈഹാർട്ട് ചെയ്യുന്നതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ മനസ്സിലാക്കി പഠിക്കുക. ഇപ്പൊ ഏറ്റവും ടോപ്പിൽ നിന്ന് ഹൈ പ്രഷറിൽ നിന്ന് ലെസൺ ചെയ്യുന്നത്, കുറയ്ക്കുന്നത്. അപ്പൊ തന്നെ ആലോചിക്കുക. ഫാനിന്റെ നമ്മൾ സ്പീഡ് കുറയ്ക്കുന്നത് കൂട്ടുന്നത് ക്ലാസ് എടുത്ത കാര്യമായിട്ട് ആലോചിക്കുക. അപ്പൊ ഓക്കെ, അപ്പൊ എന്താണ്? റെഗുലേറ്റർ ആണ് അതിന്റെ ആൻസർ. ഇങ്ങനെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത്. ചിലർക്ക് ബൈഹാർട്ട് അത് മൈൻഡിൽ ഉണ്ടാകും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക കേട്ടോ നിങ്ങള്. പിന്നെ നമ്മൾ നോക്കിയത് ERP ഫുൾ ഫോം എന്തായിരുന്നു? ERP എമർജൻസി റെസ്പോൺസ് പ്ലാൻ. എമർജൻസി റെസ്പോൺസ് പ്ലാൻ. ഓക്കെ, അറിയില്ലാത്തവരൊക്കെ ഇതൊക്കെ പ്രത്യേകം പഠിക്കണം കേട്ടോ. നിങ്ങൾക്ക് മറന്നൊക്കെ പോയിട്ടുണ്ടാവും പലവരും. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ നമ്മള് വാൽവില് 2 ടൈപ്പ് വാൽവ് ആണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ?
സോൺ വാൽവ്, ഓർക്കുന്നുണ്ടോ? വാൽവ്, സർവീസ് വാൽവും വാൽവ്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ദെൻ അതൊന്നും കൂടി പറയാമോ മിസ്? ഏതായിരുന്നു? സോൺ വാൽവോ? വാൽവ്. അതായത് വാൽവ്സ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് വാൽവ് ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ എന്താ പറയാ, നിങ്ങൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ മോട്ടറൊക്കെ അടിക്കുമ്പോൾ വാൽവുകൾ എന്ന് പറയില്ല, വാൽവ് തിരിക്കാന്ന് പറയില്ല, വെള്ളം കയറ്റാനും. മീൻസ് വീട്ടിലുണ്ടോ അങ്ങനെ എക്സാമ്പിൾ? കേട്ടിട്ടുണ്ട്. അത് 2 ടൈപ്പിന്റെ പേര് മറന്നുപോയത്. പേര് മറന്നുപോയി. ഓക്കെ, സോൺ വാൽവും സർവീസ് വാൽവ് കേട്ടോ. സോൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. ലാർജ് പാർട്ടിന് നമ്മൾ ഒറ്റപ്പെട്ട് ഐസൊലേറ്റ് ചെയ്യുന്നതാണ്. അതായത് ഇപ്പൊ റൂം ഫോർ മോഡിഫിക്കേഷനും അല്ലെങ്കിൽ റിപ്പയർസിനൊക്കെ വേണ്ടിയിട്ടാണ് സോൺ വാൽവ്. ദെൻ സർവീസ് വാൽവ്, അടുത്തത് സർവീസ് വാൽവ് ആണ്. സർവീസ് വാൽവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫിക്കേഷനും റിപ്പയറിന് വേണ്ടിയിട്ട് സർട്ടൈൻ പാർട്സ്, മറ്റേത് ഐസൊലേറ്റ് സർട്ടൈൻ പാർട്സ്. 2 പേരുകൾ നോക്കി വെച്ചാൽ മതി. അതിനുള്ളിൽ നിന്നൊന്നും അങ്ങനെ എന്താ ഡീറ്റെയിൽ ആയിട്ട് എടുത്തൊന്നും ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. 2 പേരുകൾ നോക്കി വെക്കാം, സോണും സർവീസും. ഓക്കെ, അതുപോലെ തന്നെയാണ് ആ വാർണിംഗ് അലാം സിസ്റ്റത്തിൽ 2 ടൈപ്പ് പറയുന്നുണ്ട്. ഏതൊക്കെയായിരുന്നു പേര്? ഓർമ്മയുണ്ടോ? മാസ്റ്റർ എന്താണ് ചെയ്യുന്നത്? അത് മൊത്തത്തിലുള്ള അലാം കൊടുക്കണം. മെയിൻ അല്ലേ? മാസ്റ്റർ മെയിൻ, അങ്ങനെ ഒന്ന് കോഡ് വെച്ച് നോക്കിയാട്ടോ പഠിക്കുമ്പോൾ. മാസ്റ്റർ മെയിൻ ആണ്. മെയിൻ ഗ്യാസ് ലൈനെയാണ് ചെയ്യുന്നത് അല്ലെ, മോണിറ്റർ ചെയ്യുന്നത്. ഏരിയ എന്ന് പറയുമ്പോഴോ ഒരു പ്രത്യേക സ്ഥലത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അത് രണ്ടും ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ, അങ്ങനെ തന്നെ ആലോചിക്കുക. ഇനി കിട്ടാത്തവരാണ്, മാറിപ്പോകുക എന്നുള്ളവരാണെങ്കിൽ എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, മാസ്റ്റർ എന്ന് പറഞ്ഞാൽ മെയിൻ ആണ്. ഓക്കെ, പിന്നെ നമ്മള് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റത്തിന്റെ പേഷ്യൻസിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെയാണ്, പോയിന്റുകളാണ്. നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ പോയിന്റ്സുകള്. ദെൻ നമ്മൾ ടേബിൾ നോക്കിയത് ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കാരണം ഇത് തിരിച്ചും പറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അതനുസരിച്ച് പഠിക്കുക. കളർ കോഡുകള്, കാർബൺ ഡൈ ഓക്സൈഡ് ഏതായിരുന്നു കളർ കോഡ്? ഗ്രേ കളർ. ഓക്കെ, ഇത് വെച്ച് പെട്ടെന്ന് എല്ലാവർക്കും പറയാൻ കിട്ടണില്ലല്ലോ. നൈട്രജൻ സൾഫർ യെല്ലോ. മെഡിക്കൽ എയർ ഓക്കെ. ഓക്സിജൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഓക്സിജൻ വൈറ്റ്. ഓക്കെ. നൈട്രസ് ഓക്സൈഡോ? നൈട്രസ് ഓക്സൈഡ് ലൈറ്റ് ബ്ലൂ. ഓക്കെ, ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ? പഠിക്കണോണ്ട് അത് എന്തായാലും എക്സാമിന് ചോദിക്കും. ചിലപ്പോ 1 or 2 ഭാഗം കൂടെ ആയിരിക്കാം, എങ്കിലും അത് കംപ്ലീറ്റ് പഠിക്കുക കേട്ടോ നിങ്ങള്. ദെൻ നമ്മൾ ഹാൻഡിലിംഗും യൂസ് ഒക്കെയാണ് പഠിച്ചത്. ദെൻ PPE-ൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സില് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? ഗ്ലൗസ്, ലാബ് കോട്ട്, ലോങ് പാൻസ്, ഗ്ലൗസ് അത്യാവശ്യം അറിയാലോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവിൽ വരുന്നത്. ദെൻ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ടു സ്റ്റാഫ്, അതിലാണ് നമ്മൾ SDS സേഫ്റ്റി ഡാറ്റ ഷീറ്റ് കേട്ടോ. MSDS എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ സേഫ്റ്റി വരുന്നത്. ERP പറഞ്ഞല്ലോ നിങ്ങൾ, എമർജൻസി റെസ്പോൺസ് പ്ലാൻ. ദെൻ മാനിഫോൾഡ് ഓപ്പറേറ്ററിന്റെ ഡ്യൂട്ടീസ്, അപ്പൊ അത് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. ഡ്യൂട്ടീസ് ഏകദേശം ഒന്ന് മലയാളത്തിൽ മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിലോട്ട് മനസ്സിലാക്കി പഠിക്കാം. മാനിഫോൾഡ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഗ്യാസ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഏകദേശം എല്ലാവർക്കും ഓർമ്മയ്ക്കുണ്ട് ക്ലാസ് അല്ലേ? ആണോ? ഓർമ്മയുണ്ടോ? നെക്സ്റ്റ് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ? ഇതില് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു കുറേയധികം ആക്ടുകളാണ് നമ്മൾ പഠിച്ചത്. കുറെ ആക്ടുകളൊക്കെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ആക്ടുകളാണ്. കൂടാതെ നമ്മൾ മെഡിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ റിലേറ്റഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ചധികം ആക്ടുകളും പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോ ആക്ടുകളിൽ നിന്ന് പിന്നെ ഇവിടെ ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. എത്തിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ. അതോടൊപ്പം തന്നെ ലോയുടെ ഈ 3 ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ചിലപ്പോൾ ചോദിക്കാം
ഡാഷ് മീൻസ് സെറ്റ് ഓഫ് റൂൾസ് ടു ലീഡ് ഹ്യൂമൻ ആക്ഷൻ. അപ്പൊ അത് ലോ ആണോ ലോ എത്തിക്സ് ആണ്? കൺഫ്യൂഷൻ വരാം കേട്ടോ. അപ്പൊ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അതനുസരിച്ച് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ബൈ ഹാർട്ട് ചെയ്തോളും, പറഞ്ഞു പോകില്ല നിങ്ങൾ. Then medico legal cases, MLC cases. ഏതൊക്കെയായിരുന്നു MLC കേസ്? റേപ്പ്, കൊറേ കേസുകള്, മർഡർ, മർഡർ, പോയിസണിങ് ഉണ്ടോ? റോഡ് ട്രാഫിക് കുറച്ചധികം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം കുറച്ച് എക്സാമ്പിൾ നോക്കി വെക്കാം കേട്ടോ. Then RTA, ഫുൾ ഫോം എന്തായിരുന്നു? RTA റോഡ് ട്രാഫിക് ആക്സിഡന്റ്. റോഡ് ട്രാഫിക് ആക്സിഡന്റ്. ഓക്കെ, അവിടെയും ഒരു കൺഫ്യൂഷൻ കുറച്ചു പേർക്ക് വന്നേക്കാം. റോഡ് ട്രാഫിക് ആണ്. അവിടെ ഓപ്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ടറിലോട്ടായിരിക്കും. ആണോ? അപ്പൊ മാർക്ക് പോകരുതല്ലോ. ട്രാഫിക് ആണ് റോഡ് ട്രാഫിക് ആക്സിഡൻസ്. ഓക്കെ, പിന്നെ നമ്മൾ ആക്ടുകളാണ് നോക്കിയത്. ഓരോ ആക്ടും അതിന്റെ ഇയർ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്നായിരുന്നു ഇയർ? 1947. Then Provident Fund Act 1952. 52. ഓക്കെ, നിങ്ങൾ അത് ആ ഒരു ഓർഡറിൽ ടൈം ലൈൻ പോലെ എഴുതി വെച്ച് പഠിക്കാണ്ട്. അപ്പൊ മറന്നു പോകില്ല. ആ ഓരോറ്റ ഓർഡറിൽ പഠിച്ചു വെക്കുക. നിങ്ങൾ ടൈം ലൈൻ ആക്കിയിട്ട് ഒന്ന് ഓർഡർ ആക്കി പഠിക്കുക. എഴുതിയിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾ എഴുതിയായിരുന്നു അതിന്റെ ഓർഡർ അനുസരിച്ച്. എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയാൽ മതി കേട്ടോ. കാരണം ഇടയ്ക്ക് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആയി പോകും. ഒറ്റ ഓർഡറിൽ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ആ പഠിച്ച ഓർഡർ അനുസരിച്ചാകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. Then Payment of Bonus Act എന്തായിരുന്നു? 1965. Okay. Then ESI or Employee State Insurance Act 1948. 8. Okay. Then Medical Practitioners and Control Medical Education. ഏത് ആക്ടാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെയും മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ IMC അല്ലെ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ 1933. ഓക്കെ. Then ഫാർമസി ആക്ട് എന്നായിരുന്നു? 1948. Okay. Then birth and death certificate provided by Hospital. Okay. Then the word tortoise means crooked or tortoise means ലാറ്റിൻ പേര്. പിന്നെ എന്തായാലും രണ്ടെണ്ണം പറയുന്നുണ്ട്. crooked and twisted. Okay. റോങ് ആയിട്ടുള്ളതാണ്. ഓക്കെ കേട്ടോ. അവിധ റോങ് എന്നുള്ളൊരു മീനിങ് തന്നെയാണ്. പക്ഷെ നമുക്ക് എക്സാക്ട് മീൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രണ്ടെണ്ണമാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ PDF അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത്. കൃത്യമായിട്ടും എന്താ ടോട്ടസ് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള പ്രവൃത്തി എന്നുള്ളത് തന്നെയാണ് അർത്ഥം. പക്ഷെ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളത് ട്വിസ്റ്റഡും ക്രൂക്കഡ് ആണ് കേട്ടോ. അപ്പൊ അത് തന്നെ രണ്ടെണ്ണം പഠിച്ചിരിക്കണം കേട്ടോ. ചിലപ്പോ നമ്മുടെ ഓപ്ഷനിൽ ആൻസർ ക്രൂക്കഡ് എന്നാകാം അല്ലെങ്കിൽ ട്വിസ്റ്റഡ് എന്നാകാം. അപ്പൊ ക്രൂക്കഡ് മാത്രം പഠിച്ചാൽ പോരാ, ട്വിസ്റ്റഡ് മാത്രം പഠിച്ചാൽ പോരാ, രണ്ടും പഠിക്കണം. കാരണം ഏതാണ് ഓപ്ഷനിൽ ആൻസർ എന്ന് പറയാൻ പറ്റില്ല. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നായിരുന്നു ഇയർ? 1987. സെപ്റ്റംബർ 1, 1987. ഓക്കെ, അപ്പൊ ഇടയും ബന്ധമുള്ളത് അതുപോലെ തന്നെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതും കൺഫ്യൂഷൻ ആയി പോകരുത്. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് എന്നായിരുന്നു? 1860. NGO Non-government organization. പിന്നെ നമ്മൾ അതിലൊരു ഓക്കെ
Which act provide for stoppage of certain pregnancy? ഏത് ആക്ട് ആയിരുന്നു? MTP. MTP Act. അങ്ങനെ ചോദിക്കാത്ത ക്വസ്റ്റ്യൻ. അത് നമ്മളിപ്പോ എന്താണ് സർട്ടൻ പ്രഗ്നൻസി ബൈ അതിൽ ചെയ്യുന്നത് ഏത് ആക്ട് ആണ്? MTP ആക്ട് എന്നാണ് നിലവിൽ വന്നത് 1971. Okay. Then biomedical waste management handling rules എന്നാണ് നിലവിൽ വന്നത് by 1998. Okay. 2012 ഏതായിരുന്നു? Prevention of violence, damage to property. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒന്നും കൂടെ പറയാമോ? ബയോമെഡിക്കൽ 1998 ഒരു ഹാൻഡ്ലിംഗ് റൂൾസ് വരുന്നത്. ഓക്കെ, 1998 തുടങ്ങിയിട്ടുണ്ട് ഈ ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഒരു റൂൾസ്. പിന്നീടാണ് മറ്റു നമ്മളുടെ ഇമേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, then ലാസ്റ്റ് വൺ ആണ് 2012 പ്രിവെന്റേഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മളുടെ എത്തിക്കൽ ആൻഡ് ലീഗലില് മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒരുവിധം നമ്മൾ കവർ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പഠിക്കാൻ കംപ്ലീറ്റ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്. കൂടുതലും കുറച്ചും കൂടി വിട്ടുപോയിട്ടുള്ളവരും മറന്നു പോയിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം. അപ്പൊ അതൊക്കെ കുറച്ചും കൂടി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം കേട്ടോ. Then next public relation അല്ലെ, ഇതും അത്യാവശ്യം ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഒരു പൊതുവായിട്ട് ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ അതില് നമ്മള് ഫസ്റ്റ് വൺ പറഞ്ഞത് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ ആരായിരുന്നു? ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എഡ്വേർഡ് ബെർണൈസ്. ബുക്കിന്റെ പേരെന്തായിരുന്നു? ഫേമസ് ബുക്ക് പബ്ലിക് റിലേഷൻ പബ്ലിക് ഒപ്പീനിയൻ. ക്രിസ്റ്റലൈസിംഗ് പബ്ലിക് ഒപ്പീനിയൻ മാർക്കോളത്തിന്റെ പേര്. ദെൻ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ബുക്കാണ് ഫാദർ ഓഫ് പബ്ലിക് റിലേഷൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. Then definition വേറെ പറയുന്നുണ്ട് കേട്ടോ. Public relation means knowing what the public hopes for and explaining how administration is satisfying these desires. ആരാണ് പറഞ്ഞത്? ജോൺ വില്ലറ്റ്. Okay. Then ശ്രദ്ധിക്കാണ്ട ക്വസ്റ്റ്യൻ പറയാവേ. ടെലിഫോൺ ഓപ്പറേറ്റർ, എൻക്വയറി ഓഫീസർ, അഡ്മിഷൻ ഓഫീസർ, ക്ലർക്ക് വർക്കിംഗ് ബിഹൈൻഡ് ദ സ്ക്രീൻ. ഐഡന്റിഫൈ വിച്ച് മെത്തേഡ്, ഏത് മെത്തേഡാണ് പബ്ലിക് റിലേഷന്റെ? ഓപ്പറേറ്റീവ് മെത്തേഡ്. ഓക്കെ, then കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ്സിലെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. The next question പറയാം. The queries of relatives and visitors can be satisfied by റിലേറ്റീവ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ക്യൂറീസ്. ചോദ്യങ്ങൾക്കെല്ലാം എന്താണ് ഉത്തരം നൽകുന്നത് ആരാണ്? അവരെല്ലാം സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ ശ്രദ്ധിക്കാം കേട്ടോ. ഓപ്ഷൻ എ ഡോക്ടർ ഓർ സീനിയർ നേഴ്സ്, ഡോക്ടർ ഓർ ജൂനിയർ നേഴ്സ്, ട്രെയിൻഡ് നേഴ്സ് ഓർ പാരാമെഡിക്. ഡോക്ടർ ഓർ സീനിയർ നേഴ്സ്. ഉറപ്പാണോ? ഓക്കെ, ഉത്തരം ശരിയാണ്. ഡോക്ടർ ഓർ സീനിയർ നേഴ്സ്. ഡോക്ടറും അതുപോലൊപ്പം തന്നെ ഒരു സീനിയർ നേഴ്സ് ആയിരിക്കും റിലേറ്റീവ്സിന്റെയും വിസിറ്റേഴ്സിന്റെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. ഓക്കെ, signage and name boards are indicators of which type? ഏത് ടൈപ്പ് മെത്തേഡ് ആണ്? കമ്മ്യൂണിക്കേറ്റീവ് ആണോ? കമ്മ്യൂണിക്കേറ്റീവ്. ഓക്കെ, then next നോക്കാം കേട്ടോ. Who suggest hospital administration the method to overcome their shortcomings?
ആരായിരുന്നു ഇത്? ഞാൻ എടുത്തപ്പോ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം എളുപ്പം ഓർക്കാൻ വേണ്ടി പറഞ്ഞു തന്നായിരുന്നു. അഡ്വൈസറി കമ്മിറ്റി. Special. അഡ്വൈസറി കമ്മിറ്റി. അഡ്വൈസറി കമ്മിറ്റി ആരാണ് പറഞ്ഞത് എനിക്കറിയില്ല. അഡ്വൈസറി കമ്മിറ്റിയാണ്. അപ്പൊ ഞാൻ എടുത്തപ്പോ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞായിരുന്നു. എന്താണ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? സജസ്റ്റ് ചെയ്യുന്നതാണ്. സജസ്റ്റ് നമ്മള് ഉപദേശങ്ങൾ കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി. അഡ്വൈസ് അല്ലേ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാം കേട്ടോ. സജസ്റ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടു മെത്തേഡ് ടു ഓവർകം ഷോർട്ട് കമ്മിങ്സ്. സജഷൻസ് കൊടുക്കുന്നത് ആരാണ്? അഡ്വൈസറി കമ്മിറ്റി. ഓക്കെ, അടുത്തൊരു കോട്ടാണ്. കോട്ട് ശ്രദ്ധിക്കാം. It is not the complaint customer remembered but the outcome written by ഓപ്ഷൻ പറയാമോ ടീച്ചറെ? ഓപ്ഷൻ പറയാമെങ്കിൽ പറയാം. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പേരാ. Isidore Schaff. ഐസഡോർ ഷാർപ്പ്. ഓക്കെ, കുറച്ച് പേർക്ക് ഓപ്ഷൻ വേണമെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല, ഞാൻ ഓപ്ഷൻ പറയാം കേട്ടോ. കിട്ടാത്ത ഓപ്ഷൻ പറയാമേ. നല്ല ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ തന്നെ ഐസഡോർ, അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി മറക്കുവാണെങ്കിലോ ഓപ്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് മറന്നു പോവില്ല ഈ പേര്. ആണല്ലേ? ഓക്കെ, ഇറ്റ് ഈസ് എന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് നോട്ട് അല്ലേ? ഇറ്റ് ഈസ് അപ്പൊ തന്നെ ആലോചിക്കുക ഐസഡോർ ആണത്. ഓക്കെ, കണക്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി മറന്നു പോയില്ലേ? ചോദിച്ചാലും പറയുമല്ലോ. ഓക്കെ, ഇറ്റ് ഈസ് ഐ ആണ്. അപ്പൊ ആരാണ്? ഐസഡോർ ഷാർപ്പ്. അത് തന്നെ, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ ഐസഡോർ. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്തൊക്കെ പഠിക്കുക. നിങ്ങൾ PSC ഒക്കെ എഴുതാറുണ്ടോ? ആരും എഴുതാറില്ല. PSC എക്സാം ഒന്നും എഴുതാറില്ല? ഉണ്ട്. കോച്ചിങ്ങിനൊക്കെ പോയിട്ടുണ്ടോ? ആരും പോണില്ല, എക്സാം എഴുതുന്നില്ല ആരും. എല്ലാവരും ഹോസ്പിറ്റലിൽ അങ്ങനെ നോക്കിയിരിക്കണോ? എഴുതിയിട്ടുണ്ട്, ഇപ്പൊ എഴുതുന്നില്ല. ഓക്കെ, നമ്മൾ PSC ഒക്കെ പഠിക്കുമ്പോഴേ എങ്ങനെയാ ഇതുപോലെ കണക്ട് ചെയ്തൊക്കെ പഠിക്കും ഇല്ലേ? പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് കോഡ് വെച്ചൊക്കെ പഠിക്കാന്ന് പറയും അല്ലെ? PSC ക്ക് മാത്രമല്ല, നമ്മൾ പഠിക്കുമ്പോൾ ഏതൊരു നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എടുക്കുന്ന എന്റെ ക്ലാസ്സുകളിൽ ഞാൻ മാക്സിമം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ചിലർക്ക് ബൈ ഹാർട്ട് ചെയ്യുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? നോർമലി ചെറിയ ക്ലാസ് തുടങ്ങി ബൈ ഹാർട്ട് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ബൈ ഹാർട്ട് ചെയ്താൽ കിട്ടാറുണ്ടോ? അങ്ങനെ നമ്മൾ എവിടെ വെച്ചെങ്കിലും ഒരു പോയിന്റ് വിട്ടാൽ അത് മൊത്തം പോകും ഇല്ലേ? അങ്ങനെയല്ലേ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പം ആണോ? അതെ. ഓക്കെ, അപ്പൊ ഐസഡോർ ഷാർപ്പ് ഈസ്റ്റ് നോട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു കോട്ടിലാണ്. അത് ഓർത്തിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. Who is accountable for media placement and arranging organizational functions and effort to executives? PRO. PRO. Okay. Accountable for media placement and arranging organizational functions. PRO answer ഓർത്തിരിക്കുക. Then VIP അറിയാലോ? full form. Very important person. Very important person. Oh, very important person. Then നമ്മൾ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? സ്പീക്കേഴ്സ് ബ്യൂറോയുടെ മെയിൻ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആരായിരുന്നു? CEO. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. വിട്ടുപോയിട്ട് ചോദിച്ചിട്ട് Then LAMA full form? Live against medical advice. Live against medical advice. AMA എന്ന് പറയുമ്പോഴും അറിയാലോ? Against medical advice. DAMA. Discharge against medical advice. എല്ലാം against medical advice ആണ്. പിന്നെ ലെറ്റർ മാറുന്നതനുസരിച്ചിട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, then ലാസ്റ്റ് വൺ നമ്മള് പബ്ലിക് റിലേഷൻ ഓഫീസറിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. അത് അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കണം കേട്ടോ. ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് വേണ്ട ക്വാളിറ്റീസ്. കോമൺ സെൻസ് ഉണ്ടായിരിക്കുക. ഇതിനെതിരാണ് ഫസ്റ്റ് ക്ലാസ് ഓർഗനൈസിംഗ് കപ്പാസിറ്റി, ഗുഡ് ജഡ്ജ്മെന്റ് ആയിരിക്കുക. ദെൻ ഇമാജിൻ തിങ്കിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഹ്യൂമർ, സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കുക. ക്രിയേറ്റീവ് ഐഡിയാസ്, സ്പീക്ക് ഇൻ പബ്ലിക്,
ദെൻ ഇമേജ് ബിൽഡിംഗ് എബിലിറ്റി, മീഡിയ സ്പെഷ്യലൈസേഷൻ തുടങ്ങിയ കഴിവുകളൊക്കെ ഉണ്ടായിരിക്കാം. ദെൻ ഫങ്ഷൻസ് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അതും പ്രത്യേകം ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ദെൻ നമ്മൾ ലാസ്റ്റ് എടുത്ത ചാപ്റ്ററുകൾ എടുത്തിട്ടില്ല. ഏതൊക്കെയായിരുന്നു? ലോണ്ടറി ലിനനൊക്കെ കുഴപ്പമില്ലല്ലോ, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററുകളാണ്. ദെൻ എക്യുപ്മെന്റ്സ് നല്ല രീതിയിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ട് ഓരോ എക്യുപ്മെന്റ്സുകളെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ അത് നല്ലപോലെ പഠിക്കാം കേട്ടോ. എക്യുപ്മെന്റ്സ് കുറച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് പിക്ചർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണോ മിസ്? പിക്ചർ തന്നിട്ട് ചോദിക്കാം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമോ? എക്യുപ്മെന്റ്സ് ആണോ? ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എക്യുപ്മെന്റ്സ് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അധികം പ്രീവിയസിൽ അങ്ങനെ ചോദിച്ചിട്ടില്ല. എങ്കിലും ഒന്ന് നോക്കി വെച്ചേക്കാം. ഇനി മേ ബി നമുക്ക് ചോദിച്ചാലോ, അങ്ങനെ ചോദിച്ചിട്ടില്ല എങ്കിലും അത്യാവശ്യം ഒന്ന് നോക്കി വെച്ചേക്കാം. അതില് കോമൺ ആയിട്ടുള്ളത് നമുക്ക് അറിയാമല്ലോ. ഇപ്പൊ ബി പി ആക്ടീസും അങ്ങനെയുള്ള ചെറിയ ചെറിയ എക്യുപ്മെന്റ് ഒക്കെ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പൊ ബാക്കി കുറച്ച് ഇപ്പോ എന്താ സെൻട്രിഫ്യൂജും അങ്ങനെ വരുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. സെൻട്രിഫ്യൂജ്, ഇൻഫ്യൂഷൻ പമ്പ് അല്ലെ, അതൊക്കെ ഒന്ന് ഇൻഫ്യൂഷൻ പമ്പും സിറിഞ്ച് പമ്പും തമ്മിൽ എന്നാ ഡിഫറൻസ് എന്തായാലും? ഏതായിരുന്നു? ഇൻഫ്യൂഷൻ പമ്പും സിറിഞ്ച് പമ്പും തമ്മിൽ എക്യുപ്മെന്റ്സിന്റെ ഓക്കെ. സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഈ ഫ്ലൂയിഡ്സ് നമ്മളെ ഇൻട്രാവേനിയസിലൂടെ ഇടുന്ന ഒരു വലിയൊരു സിറിഞ്ച് ഉണ്ട്. അതിൽ ആ പിക്ചറിൽ രണ്ട് വ്യത്യാസം ഞാൻ എടുത്ത് കാണിച്ചായിരുന്നു. ക്ലാസ് ഞാൻ എടുത്തിട്ടില്ല. അതായത് ഒരു നദിൽ സിറിഞ്ച് പമ്പിൽ സിറിഞ്ചിനെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു പിക്ചർ? ഇൻഫ്യൂഷനല്ല, സിറിഞ്ച് പമ്പിൽ സിറിഞ്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള അളവിൽ എത്തുന്നത് കേട്ടോ. അത് ആ പിക്ചർ ഒന്ന് നോക്കാട്ടോ പഠിക്കുമ്പോ. പിക്ചർ ഒന്ന് നോക്കി പഠിക്കാം. ഓക്കെ, ഇത് എടുത്തിട്ടില്ല, ഇത് ഒന്നുകൂടി പറയണമെങ്കിൽ ആ പിക്ചർ വെച്ചിട്ടൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്യാം. അതൊന്ന് ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഒന്ന് പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ, പിക്ചർ അങ്ങനെ എടുത്തിട്ട് വരാൻ ചോദിച്ചിട്ടില്ല എങ്കിലും ഒന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, ദെൻ കുറച്ചധികം എക്യുപ്മെന്റ്സുകൾ നമ്മൾ പറഞ്ഞു. എക്യുപ്മെന്റ്സിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാം കേട്ടോ. ശ്രമിക്കാലോ, കുഴപ്പമില്ലല്ലോ. മറന്നു പോയെങ്കിൽ കുഴപ്പമില്ല, പഠിച്ചാൽ മതി. ഓപ്ഷൻ പറയാൻ മതി. ഓക്കെ, ഓപ്ഷൻ ഇട്ടാൽ നിങ്ങൾ റെഡിയാണ് അല്ലെ? ഓക്കെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണ് മാം. കൺഫ്യൂഷൻ ആകും. ഓക്കെ, കുഴപ്പമില്ല. ഓപ്ഷൻ ഇല്ലാണ്ട് പഠിക്കാൻ നോക്കാട്ടോ, കൺഫ്യൂഷൻ വരത്തരുത്. ഇനി ഓപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഇടയ്ക്ക് ബൈഹാർട്ട് ചില കാര്യങ്ങൾ ബൈഹാർട്ട് ആക്കാൻ പാടില്ല. പിന്നെ ഇതുപോലെ കണക്ട് ചെയ്താൽ മതി നിങ്ങള്. ഓക്കെ, കണക്ട് ചെയ്യാം മാക്സിമം. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിരിക്കും. ഞാൻ പേഴ്സണൽ ആയിട്ട് പറയണെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസിൽ, അതായത് ഇതുവരെ നമ്മൾ പഠിക്കുന്നതും ഓരോ മേഖലയിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വരുമ്പോഴും ഞാൻ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ള ബൈഹാർട്ട് ചെയ്യാറില്ല. ഇതുവരെ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് നമ്മളൊന്നും പഠിക്കാറില്ല. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കോഡ് വെക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി ഓരോരുത്തർക്കും ഓരോ ചോയ്സ് ആണല്ലോ അല്ലെ. അപ്പോൾ ചിലതൊക്കെ ഇങ്ങനെ കോഡ് വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കാറുണ്ടോ. അപ്പൊ കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള കുട്ടികൾക്ക് പുതിയ പുതിയ ട്രിക്കുകളും കാര്യങ്ങളൊക്കെ പറയണ്ടേ. അതുകൊണ്ടാണ് ഈ കോഡ് വെക്കാൻ പറയുന്നത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് എക്യുപ്മെന്റ്സ് ചെയ്ത് ചോദിക്കാം. ദെൻ ക്ലാസ് അതിന്റെ ക്ലിയർ ആയിട്ടുണ്ട്. നോക്കാം. BMI എന്തായിരുന്നു ഫുൾ ഫോം? ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ്. ഇൻഡെക്സ്. ദെൻ ophthalmoscopy is also known as Fundoscopy. Fundoscopy. Okay. Then a device it measure and records your heart functioning. അല്ല EG ആണ് ECG ആണ് ഇപ്പൊ കൺഫ്യൂഷൻ. A device it measure records of your heart functioning. ഓപ്ഷൻ പറയണ്ടേ? ഓപ്ഷൻ ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. ആണോ? ഹോൾട്ടർ ആണോ? ഉറപ്പാണോ? ആണ്. ഓക്കെ, എങ്കിലാണ് ഹോൾട്ടർ മോണിറ്റർ. മാറിപ്പോകരുത് കേട്ടോ. ഹാർട്ടിന്റെ റെക്കോർഡ്സ് ആണ് മെഷർ ചെയ്യുന്നത് ഹോൾട്ടർ മോണിറ്റർ. റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ ഹോൾട്ടർ ഓർത്തിരിക്കുക കേട്ടോ. റെക്കോർഡ് ചെയ്യുന്നതാണ് ഹോൾട്ടർ മോണിറ്റർ. സംശയമാണ് അപ്പോഴും അല്ലെ, അത് തന്നെയാണോ എന്നുള്ളത്. ഓക്കെ, then dash is used to help find neuromuscular deformity. Neuromuscular deformity. ഓപ്ഷൻ വേണോ? ഓപ്ഷൻ പറയാം, ശ്രദ്ധിക്കാം. ന്യൂറോമസ്കുലർ ഡിഫോർമിറ്റി ആണ് കേട്ടോ. ഓപ്ഷൻ പറയാമെന്ന് ശ്രദ്ധിക്കാം. എന്നിട്ട് ആൻസർ പറയാം.
ഓപ്ഷൻ പറയാം. EGG, PFT, EMG. ഏതായിരുന്നു? EMG. Okay. Then expand form of PFT. PFT യുടെ full form എന്തായിരുന്നു? PFT. ഫംഗ്ഷൻ ടെസ്റ്റ് പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്. ഫംഗ്ഷൻ ടെസ്റ്റ്. Pulmonary function test. Then ഇനി കുറച്ച് എക്യുപ്മെന്റ്സുകൾ ഒക്കെയാണ്. അപ്പൊ അത് കുറച്ച് സ്വാധീനോട് കൂടി പഠിക്കണം കേട്ടോ. കുറച്ചധികം എക്യുപ്മെന്റ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ അതനുസരിച്ചിട്ട് പഠിക്കാം. 2 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം കേട്ടോ. A device used in laboratory that is used to separate fluids, gas or liquid. വേർതിരിക്കുന്നത് ഏതായിരുന്നു? സെൻട്രിഫ്യൂജ്. സെൻട്രിഫ്യൂജ്. ആൻസർ സെൻട്രിഫ്യൂജ് ആണ് കേട്ടോ. വേർതിരിക്കുന്നതാണ് ലിക്വിഡിനെയും ഫ്ലൂയിഡ്സിനെയൊക്കെ വേർതിരിക്കുന്നത് സെൻട്രിഫ്യൂജ്. Then next last ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാവേ. A device that exhibits the electrical and pressure waveforms of the cardiovascular system. വേവ് ഫോമിൽ കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം. ECG ആണ്. കാർഡിയാക് മോണിറ്റർ. കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് കേട്ടോ ഒരു വേർഡ്. പ്രഷർ വേവ്സ് ഫ്രം. ഓക്കെ, കാർഡിയാക് മോണിറ്റർ. ഈ ECGയും കാർഡിയാക് മോണിറ്ററും ഹോൾട്ടർ മോണിറ്ററും ഒക്കെ നമ്മൾ തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകം ഒന്ന് എടുത്ത് അതൊന്നും കൂടി പറയാമോ? ഡിവൈസ് എക്സിബിറ്റ് നമ്മളുടെ ടെക്സ്റ്റിലുള്ള സെന്റൻസ് തന്നെയാണ്. ആ ഒരു സെന്റൻസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് കുറച്ചും കൂടി ശ്രദ്ധയോടുകൂടി പഠിക്കാം. മാറിപ്പോകാത്ത രീതിയിൽ പഠിക്കാം. അത് കുറെ വട്ടം തെറ്റിപ്പോയിട്ടുണ്ട്. തെറ്റിപ്പോയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്. ECG, ഹോൾട്ടർ, ദെൻ കാർഡിയാക് മോണിറ്റർ. ഇവ മൂന്നും നമ്മൾ എത്തിക്കുന്ന സംഭവങ്ങളാണ് അല്ലെ? അപ്പൊ അത് പഠിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങളുടേതായ രീതിയിൽ ഒരു കോഡ് വെക്കാം. എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടുമെന്ന് നോക്കാം. കിട്ടും എന്തായാലും. അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കണക്ഷൻ അവിടെ സൃഷ്ടിക്കണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം നമ്മളുടെ പഠനം. നമ്മൾ എപ്പോഴും നമുക്ക് തെറ്റിപ്പോവാത്ത രീതിയിൽ എങ്ങനെ നമുക്ക് അതിനെ മാനേജ് ചെയ്ത് പഠിക്കാം എന്നുള്ളത് കണ്ടെത്താം. ഓക്കെ, ഇത്രയൊക്കെയാണ് ഏകദേശം നമ്മളുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഒരുവിധം നമ്മള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ടീച്ചേഴ്സിന്റെ ഒക്കെ നിങ്ങൾ അശ്വതി മാം കൺസർവേഷനൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. ഇനി നാളെ നിഷ മാമിന്റെ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൂടി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മുടെ ക്ലാസ്സുകളൊക്കെ തീരുകയാണ്. ദെൻ സ്റ്റഡി ലീവ് ആണ്. സ്റ്റഡി ലീവിന്റെ ടൈം സ്റ്റഡിക്ക് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ അതിന് പ്രത്യേകം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ആ ഒരു ദിവസങ്ങള് നല്ലപോലെ പഠിക്കുക. ദെൻ എക്സാമുകൾ ഈ ഒരു എക്സാം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മെയിൻ എക്സാം ഒക്കെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക അല്ലെ? മുന്നിൽ എപ്പോഴും ഇതുണ്ടായിരിക്കണം. ഒരു ലക്ഷ്യമുണ്ട്, ജോലിക്ക് കയറണം അല്ലെ? ഒരു ലക്ഷ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ദെൻ നല്ലൊരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരിക്കുക എപ്പോഴും. നിങ്ങളുടേതായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ എപ്പോഴും അതുപോലെ തന്നെ പാലിക്കുക. ദെൻ നന്നായിട്ടൊക്കെ പഠിക്കുക. എക്സാം ഒക്കെ നല്ല അറ്റൻഡ് ചെയ്യുക. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നിങ്ങൾ എല്ലാ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവരൊക്കെ അല്ലേ? അപ്പൊ ക്ലാസ് കേട്ടൊരു ഓർമ്മ വെച്ചിട്ടൊക്കെ തന്നെ മാക്സിമം ഒരു 30% അല്ലെ, നമുക്കൊരു 30% എന്തായാലും നിങ്ങൾക്ക് ഒരു ക്ലാസ് കേട്ട് ഓർമ്മ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഉറപ്പ് വരുന്നു ഞാൻ അല്ലെ? എന്റെ ക്ലാസ് നല്ല കേട്ടോ. എല്ലാ ടീച്ചേഴ്സിന്റെയും ക്ലാസ്സുകൾ അത്രയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ ആണോ? എന്തൊരു റെസ്പോൺസ് ഇല്ലല്ലോ ഇത്രയും ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട്. ഓക്കെ, കൂടുതലും ഞാൻ തന്നെയാണ് ഈ ക്ലാസ്സിലേക്ക് കയറുന്നത്. നിങ്ങളുടെ ക്ലാസ്സിൽ 6th ബാച്ചില് കൂടുതൽ ടൈം എന്നെ തന്നെ മുന്നോട്ടിരിക്കുന്നത് അല്ലെ? മെയിൻ ആയിട്ട് നമ്മൾ ഇത്രയും പേരാണ്. അശ്വതി മാം അല്ലെ? എല്ലാവരും തന്നെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് കേട്ട അനുഭവം വെച്ച് തന്നെ നിങ്ങൾക്ക് 30% മാർക്ക് കിട്ടും എന്തായാലും. ഓക്കെ, ബാക്കി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഈ ഒരു ദിവസങ്ങൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ഓക്കെ, ദെൻ പല സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകും എനിക്കറിയാം. എങ്കിലും നമുക്ക് വേണ്ടി നമ്മൾ തന്നെ കുറച്ച് സമയം മാറ്റിവെക്കാം. വേറെ ആരും നമുക്ക് വേണ്ടി ടൈം മാറ്റിവെക്കാനില്ല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട് കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടും പഠിക്കുന്നതിൽ കുറച്ച് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് ഉറക്കമൊക്കെ നിൽക്കേണ്ടതായിട്ടൊക്കെ വരും. പക്ഷെ കുഴപ്പമില്ല. ഭാവിയിൽ നമുക്ക് അതൊക്കെ നല്ലൊരു നമ്മൾ എത്രത്തോളം നമ്മൾ റിസ്ക് എടുത്ത് പഠിക്കുന്നോ അതിന് എന്തായാലും ഒരു സക്സസ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മള് ബുദ്ധിമുട്ടി പഠിക്കണമല്ലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരും എല്ലാവരും ഉണ്ടാകും. പക്ഷെ നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്താം. നമ്മൾ റിസ്ക് എടുത്താൽ അതിന് എന്തായാലും നമുക്കൊരു സക്സസ്, നമുക്ക് അതിനൊരു ഔട്ട്കം കിട്ടും. ഓക്കെ, അപ്പോ നന്നായിട്ടൊക്കെ പഠിക്കാം. അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്
ഉണ്ടായിരിക്കില്ല കേട്ടോ, കാരണം ഓൾറെഡി കഴിഞ്ഞല്ലോ. അപ്പൊ ടീച്ചർ ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്തോളൂ. നെക്സ്റ്റ് ക്ലാസ് ഇല്ല, നാളെ നിഷ മാമിന്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഇനി നമ്മള് എക്സാം ഹോളിലായിരിക്കും ചിലപ്പോൾ കണ്ടുമുട്ടുക. ഓക്കെ, അപ്പോ എല്ലാ ഹോളിലും ഉണ്ടാവില്ല എങ്കിലും ഏതെങ്കിലും ഒരു ഹാളിൽ ഞാൻ ഉണ്ടാകും എന്തായാലും എക്സാമിന്. അപ്പോ എക്സാം ഹോളിലായിരിക്കും നമ്മൾ ഇനി മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എവിടെയെങ്കിലും നമുക്ക് ഭാവിയിൽ വെച്ച് അല്ലെ, ഭാവിയിൽ എവിടെയെങ്കിലും ഒക്കെ മീറ്റ് ചെയ്യാം. എല്ലാവരുടെയും ഫേസ് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ടീച്ചേഴ്സിന്റെ മുഖമൊക്കെ, ഓർമ്മയുണ്ടാവും. എവിടെ വെച്ചെങ്കിലും കണ്ടാലും മനസ്സിലാകും എല്ലാവർക്കും. ഓക്കെ, പിന്നെ മനസ്സിലാവാതെ ഓക്കെ, അപ്പൊ അങ്ങനെ കാണുകയാണെങ്കിലൊക്കെ വന്ന് സംസാരിക്കാം. കാരണം നമുക്ക് എല്ലാത്തിന്റെയും ഫേസ് പേരുകളൊക്കെ നിങ്ങളുടെ അത്യാവശ്യം എല്ലാവരുടെയൊക്കെ ഓർമ്മയിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഓക്കെ. അപ്പൊ നെക്സ്റ്റ് നന്നായിട്ടൊക്കെ പഠിക്കാം. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. താങ്ക് താങ്ക് യു Thank you. മിസ്. Thank you, ma'am.